മുഹബത്ത് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിന്നർ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചു. സ്കിപ്പ് ചെയ്തിട്ടില്ല, ഡിന്നർ കഴിച്ചിട്ടുണ്ട്, ഡിന്നർ ഇനി വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്കും ഞാൻ ആലോചിച്ചു, നാളത്തേക്ക് എന്തായാലും കുക്ക് ചെയ്യണ്ടേ, ലഞ്ച് കൊണ്ടുപോകണം, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. അതെ, ലഞ്ച് എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഹസ്ബൻഡിനും കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഐറ്റം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, സെയിം ഐറ്റം തന്നെയാണ്. കാരണം ഹസ്ബൻഡ് ഓഫീസിലുണ്ട് ഫുഡ് ഉച്ചയ്ക്ക്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുപോകുള്ളൂ, എനിക്ക് ലഞ്ച് വേണം ഗൈസ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്ത് കുക്ക് ചെയ്യും. യെസ്, കിട്ടിപ്പോയി. എന്തായി, സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുക വെച്ചാൽ അത് വെരി ഈസി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, അതൊക്കെ ടൈം എടുക്കില്ല, 15-20 മിനിറ്റ്സിനുള്ളിൽ കാര്യം കഴിയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് മോൾക്കൊന്നും കൊണ്ടുപോകുന്നില്ല, അവൾക്കിതൊന്നും പറ്റത്തില്ല, അവൾക്ക് ഞങ്ങളെപ്പോലെ പാപ്പയുടെ ആഹാരമൊന്നും പിടിക്കില്ല, അവൾക്ക് സ്പെസിഫിക് മെനു ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് വേറെ ഫുഡാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്പം വെളിച്ചെണ്ണ ഒഴിക്കട്ടോ, അല്പം കടുക്, ഒരു കുട്ടി വട്ടമുളക് ഇട്ട് കൊടുക്കാം, ഒരു കറിവേപ്പില, ഇനി ഒരല്പം കാഷ്യൂ. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഉള്ളി, ഇനി ക്യാരറ്റ്, ബീൻസും പച്ചമുളക്, ഇനി നമുക്കൊന്ന് വാടുന്നവരെ വഴറ്റെടുക്കാം. ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ പിന്നെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ യൂഷ്വലി ഉപ്പുമാവിൽ ഇഞ്ചി ഇടാറുണ്ടല്ലോ, എൻ്റെ വീട്ടിലിപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ശകലം ഇഞ്ചിയുടെ പൗഡർ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വെർമിസലി ആഡ് ചെയ്യാം. ഈസ്റ്റേണിൻ്റെ റോസ്റ്റഡ് വെർമിസലിയാണ് കേട്ടോ, ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബോയിൽഡ് വാട്ടർ, തിളച്ച വെള്ളം ഒഴിക്കണം. ഞാൻ ഓൾറെഡി കെറ്റിലിൻ്റെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ അതെടുത്ത് ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉപ്പ് അധികം ഇടണ്ടായിരുന്നു, അതിൻ്റെ കാരണം ഞാൻ ഇതിൽ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യും കേട്ടോ. ഇത് നോർമൽ ചിക്കൻ സ്റ്റോക്കാണ്, അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളൊന്നും തട്ടണ്ട, ജസ്റ്റ് ഒരു ഹാഫ് സ്പൂണോ ടീസ്പൂണോ അങ്ങനെ മതി. ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ ഈ വെർമിസലിക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് മൂടി വെച്ച് അതൊന്ന് വെള്ളം വറ്റിച്ചെടുത്തു. 5 മിനിറ്റ്സ് അത്ര എടുത്തു. കണ്ടില്ല, നല്ല വെന്ത് കുഴഞ്ഞ് സ്പ്ലിറ്റായിട്ടുള്ള കുഴഞ്ഞിട്ടില്ല, സ്പ്ലിറ്റായിട്ടുള്ള വെർമിസലി ഉപ്പുമാവ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു അല്പം നെയ്യൂടെ ചേർത്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. നമ്മുടെ വെർമിസലി ഉപ്പുമാവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാനപ്പോൾ വൈൻഡപ്പിയാണ്. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടി നമ്മുടെ സേമിയ ഉപ്പുമാവ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാൻ സൂപ്പർ ടേസ്റ്റി ഒരു ഡിഷ് തന്നെയാണ്. നമുക്ക് ഒരു നേരത്തെ ആഹാരമായി അധികം ടൈം കൊടുക്കില്ല, വിട്ടിൻ 10-15 മിനിറ്റ്സിനുള്ളിൽ അത് കഴിയും. അപ്പോൾ